ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുരുമുളകിട്ട് വറ്റിച്ചെടുത്തൊരു മത്തിക്കറിയാണ്. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്കൊരു 10-12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം എടുക്കാം. കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ വലിയ കുരുമുളക്, അതായത് പൊടിക്കാത്ത കുരുമുളക് ചേർത്താലും മതി. ഒരു വലിയ ടേബിൾ സ്പൂൺ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെള്ളം ചേർക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, അതായത് രണ്ടും കൂടെ 1 ടേബിൾ സ്പൂൺ മതിയാകും, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ച് മാറ്റി വെച്ചിരുന്ന ആ കൂട്ടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒരു ബ്രൗൺ ടു ബ്ലാക്ക് ഷെയ്ഡിലാവുന്നവരെ അല്ലെങ്കിൽ ഒരു എണ്ണ തെളിയുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരം ഒരു 3 പച്ചമുളകാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്ത വെള്ളമാണ്. അതും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു ജാറിലേക്ക് തന്നെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇതിലേക്കൊന്ന് ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ ഒരു കറി തിളച്ച് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കിതിലേക്കൊരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത്ര ഉപ്പ് ചേർത്താൽ മതിയാകും, കാരണം നമുക്കിത് ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആവശ്യമാണെങ്കിൽ മാത്രം വറ്റിയതിന് ശേഷം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന ഈ ഒരു കറിയിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും ഈ ഒരു കറി ഉണ്ടാക്കുമ്പോൾ മത്തിയോ അല്ലെങ്കിൽ അയിലയോ, അതായത് ഫുള്ളായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടുന്ന മീൻ വെച്ചുണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ രുചി. അല്ലാതെ നമ്മൾ കഷ്ണമായിട്ട് വാങ്ങുന്ന അല്ലെങ്കിൽ കഷ്ണം മുറിച്ചിടുന്ന അങ്ങനത്തെ മീനുകൾ വെച്ചുണ്ടാക്കിയാൽ ഈ കറി അത്ര നന്നാവില്ല. ഇപ്പോൾ ഇത് നമ്മൾ മീനിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടും നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇളക്കാനൊന്നും പാടില്ല. അതിനുശേഷം മൂടി തുറന്ന് ഒരു 15 അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് വരെ ഈ ഒരു കറിയെല്ലാം നന്നായി വറ്റി വരുന്നത് വരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് തുറന്ന് വെച്ച് വേണം ബാക്കി സമയം മൊത്തം വേവിക്കാനായിട്ട്. പിന്നെ ഈ കറി എത്രത്തോളം വറ്റി വരണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ ഒരു 1-2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം, അതായത് ഒരു 10-15 മിനിറ്റ് നേരം വരെ അടച്ചു വെക്കുക. ശരിക്കും ആ ഒരു സമയത്താണ് ഈ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നത്. അപ്പോൾ ഈ ഒരു മീൻ കറി ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.